ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തേക്കാണ്. ഒരിക്കലും ഒരു മലയാളി മറക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലം. അപ്പോൾ നമുക്ക് ആ പ്രദേശങ്ങളും അവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇങ്ങോട്ടേക്കുള്ള റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടവും നല്ല വീതി കൂട്ടിയിട്ടുണ്ട്. ആദ്യം ചെറിയ റോഡായിരുന്നു, ഇപ്പോൾ ഫുള്ള് വീതി കൂട്ടി വലിയ റോഡാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാഫിക് ഉണ്ട്, പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഫുള്ള് കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. പിന്നെ ഈ സ്ഥലത്തെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഞാൻ വയനാട്ടുകാരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത്. നമ്മുടെ മൂന്നാറിനോടൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം, അതേപോലത്തെ തണുപ്പും തേയിലത്തോട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടിലൻ തേയിലത്തോട്ടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഇങ്ങനെ ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടം. ഉരുൾപൊട്ടലിന് ശേഷം ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഇവിടുത്തെ ഏകദേശം ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബോച്ചയുടെ പിന്നെ 1000 ഏക്കറും ബോച്ചാറ്റിയും ബോച്ചാൻ്റെ ഫാക്ടറിയൊക്കെയാണിത്. ഈ കാണുന്നതാണ് ബോച്ചാൻ്റെ ഫാക്ടറി. ഇതിനോട് അനുബന്ധിച്ചുള്ളതാണ് ബോച്ചയുടെ 1000 ഏക്കറും. അവിടെ കുറേ സിപ്പ് ലൈനും കുറേ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉണ്ട്. അതാ കാണുന്നതാണ് ബോച്ചയുടെ ബബിൾ റിസോർട്ടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം. ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയൊക്കെ ഫുള്ള് റോഡ് പണിയാണ്. നേരെയുള്ള റോഡുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറങ്ങി തിരിഞ്ഞ് തേയിലത്തോട്ടത്തിൻ്റെ ഇടവഴിയൊക്കെയുള്ള ഊട് വഴിയൊക്കെ കയറി അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും ഓർമ്മ കാണും. ഇത് നമ്മുടെ പുത്തുമല, ആദ്യത്തെ പുത്തുമല ഉരുൾപൊട്ടിയ സ്ഥലമാണ്. അത് ഒലിച്ചു വന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഊടുവഴിയിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ അറിയാം അവിടെ കുറേ വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ പുത്തുമല ദുരന്തത്തിൽ ആ സമയത്ത് ഒഴിഞ്ഞു പോയവരുടെ വീടാന്ന് തോന്നുന്നു. നല്ല പുതിയ 2 നില വീടൊക്കെ ഫുൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതാണ് മറ്റേ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. അങ്ങനെ ഏകദേശം നമ്മൾ ആ ദുരന്തമുഖത്തേക്ക് എത്താനായി. നമുക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരും. നമ്മളെ ജീവിതത്തിൽ മാത്രം കണ്ടിട്ടുള്ളൊരു പ്ലേസ് ഇതാണ് ആ സ്ഥലം. ഈ പാലം എല്ലാവർക്കും ഓർമ്മ കാണും. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സീരിയസ്ലി നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞ് ഒന്നുമില്ലാണ്ടായ ഒരുപാട് മനുഷ്യർ. കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെ ഈ കാണുന്ന ടൗണ് പോലും ഉണ്ടാവില്ല. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഈ ടൗണ് തന്നെ ഫുള്ള് പൊളിച്ച് മാറ്റും. ഒരു കറണ്ടില്ലാത്തൊരു പ്രദേശം. ഇവിടെ ഒരു കടകളിലും കറണ്ടില്ല, എല്ലാം കട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ 2-3 കടകളിൽ മാത്രം ഇവിടെ വരുന്ന ആൾക്കാർക്ക് വെള്ളത്തിനും ഫുഡിനൊക്കെ വേണ്ടിയിട്ട് 2-3 കടകൾ മാത്രം തുറന്നിരിപ്പുണ്ട്. ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കടകളും പൊളിച്ച് ഇവിടെ ഫുൾ നിരപ്പാക്കും. അപ്പോൾ കുറച്ച് നാളും കൂടെ നമുക്ക് ഇവിടുത്തെ കടകളും ഈ ബിൽഡിങ്സൊക്കെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അങ്ങോട്ടേക്ക് കടക്കാനേ പറ്റത്തില്ല.
ഈ പാലത്തിനപ്പുറയാണ് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഏകദേശം ആൾക്കാരും താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ. അവർ തന്നെ ഇവിടെയുള്ളവരുടെ കയ്യിൽ നിന്ന് അനുവാദം 2-3 തവണ അനുവാദം വാങ്ങിയിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അല്ലാണ്ട് പുറമേ നിന്ന് വരുന്ന ആരെയും അങ്ങോട്ട് കടത്തി വിടത്തില്ല. അവിടെ പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, 2-3 ഫോട്ടോസ് എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. കാരണം നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കടത്തി വിട്ടില്ല. നമ്മൾ കുറച്ച് വരട്ടെ എടുത്ത് അനുവാദമൊക്കെ ചോദിച്ച് പോകാൻ നോക്കി, പക്ഷെ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ എന്നേലും പറ്റുന്നവരൊക്കെ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. ഒറ്റ രാത്രി കൊണ്ട് മനുഷ്യൻ്റെ അഹങ്കാരവും പൈസയും എല്ലാം ഇല്ലാണ്ടായ, ജീവൻ വരെ ഇല്ലാണ്ടായ ഒരു രാത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.